ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേർഡ്സ് ആണ്. അപ്പോൾ എന്താണ് വേർഡ്സ് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതെന്താണ്, പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു എന്ത് ക്ലോസ് പാക്കിങ്. ഇങ്ങനെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ ഈ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കാണുന്ന ഈ വാക്കൻറ്റ് സ്പേസ് അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ 4 പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്കൻറ്റ് സ്പേസ് ഉണ്ട് അല്ലേ. അതുപോലെ ഈ 3 പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്കൻറ്റ് സ്പേസ് ഉണ്ട്. അങ്ങനെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള വാക്കൻറ്റ് സ്പേസിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്. voids. The vacant space in between the particle is known as voids. അപ്പോൾ voids മെയിൻ ആയിട്ട് 2 ടൈപ്പ് ആണുള്ളത്. 2 types voids ഉണ്ട്. 2 types voids. First one is tetrahedral voids. Tetrahedral voids. Second one is octahedral voids. Okay, first one is tetrahedral voids and second one is octahedral voids. ഫസ്റ്റ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. എന്താണ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് നോക്കാം. നമുക്ക് ഈ പേരിൽ നിന്ന് മനസ്സിലാവും. ടെട്രാഹെഡ്രൽ വോയിഡ്സ്, ടെട്രാ മീൻസ് 4 ആണ്. അപ്പോൾ 4 പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കാണുന്ന 4 പാർട്ടിക്കിൾസ് കൂടി നിൽക്കുമ്പോൾ അതിലുണ്ടാകുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെട്രാഹെഡ്രൽ വേർഡ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഇവിടെ ഒരു പാർട്ടിക്കിൾ. ഓക്കെ, ഇപ്പോൾ ബേസിൽ 3 പാർട്ടിക്കിൾ. ഓക്കെ, ബേസിൽ 3 പാർട്ടിക്കിൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ നിരത്തി വെച്ച 3 പാർട്ടിക്കിളിൻ്റെ നേരെ മുകളിലായിട്ടുള്ളേ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ 4 പാർട്ടിക്കിളായില്ലേ. അപ്പോൾ ഈ 4 പാർട്ടിക്കിളിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വോയിഡ് വരും. 4 പാർട്ടിക്കിൾ അടിയിൽ ബേസായിട്ട് 3 പാർട്ടിക്കിൾസ് വെച്ചു. അതിൻ്റെ നേരെ മുകളിലായിട്ട് സെൻറ്ററിൽ ഒരു പാർട്ടിക്കിളിനെ വെച്ചു. അപ്പോൾ ആ ഒരു 4 പാർട്ടിക്കിളിൻ്റെ ഇടയിൽ കാണുന്ന സ്പേസിനെ, ആ ഒരു വേക്കൻറ്റ് സ്പേസിനെയാണ് നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സ്ഫിയറിൻ്റെയും സെൻറ്റർ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? ഫസ്റ്റ് താഴെ നമുക്ക് ഇങ്ങനെ കിട്ടും. താഴെ 3 ട്രയാങ്കിൾ, അതിൻ്റെ സെൻറ്റർ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ നേരെ മുകളിലായിട്ടാണ് ഒരു പാർട്ടിക്കിളിനെ കാണുന്നത്. നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്യാം. 3 ഡയമെൻഷനലായിട്ട് വിചാരിക്കുക. നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ താഴെ 3 പാർട്ടിക്കിൾ, ഈ 3 സ്ഫിയേഴ്സ്, ബേസിലുള്ള 3 സ്ഫിയേഴ്സിൻ്റെയും സെൻറ്റർ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. പിന്നെ അതിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അത് നമുക്ക് ഇവിടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ടെട്രാഹെഡ്രൺ കിട്ടി അല്ലേ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരിക. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു വോയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. ഈ 4 സ്ഫിയേഴ്സിൻ്റെയും സെൻറ്റർ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടെട്രാഹെഡ്രൺ കിട്ടും. അതുകൊണ്ടാണ് ഇതിന് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. 4 പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കാണുന്ന ഇറ്റ് ഈസ് ദ വോയിഡ് പ്രസൻറ്റ് വിത്തിൻ ദ 4 പാർട്ടിക്കിൾസ്. അതിനെയാണ് നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ വോയിഡ്സ് പ്രസൻറ്റ് within the 6 particle. Okay, it is the void present within the 6 particles. 6 പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കൂടി നിൽക്കുമ്പോൾ കിട്ടുന്ന വോയിഡിനെ അല്ലെങ്കിൽ വേക്കൻറ്റ് സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇതിൽ ചെയ്ത പോലെ തന്നെ താഴെ ബേസിൽ 3 പാർട്ടിക്കിൾസിനെ ഇതുപോലെ വെക്കാം. അപ്പോൾ താഴെ ബേസിലുള്ള പാർട്ടിക്കിളിനെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ബേസിൽ. ഇനി ഇതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ 3 പാർട്ടിക്കിൾസിനെ കൂടെ വെക്കാം. പക്ഷെ ഇപ്പോൾ ഈ
ഇത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു ട്രയാങ്കിൾ ആണ് അല്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മുകളിൽ വെക്കുമ്പോൾ നേരെ തിരിച്ചുള്ളൊരു ഷേപ്പിൽ വെക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നേരെ തിരിച്ചു വെക്കുമ്പോൾ എന്താകും, ഇതുപോലൊരു ഷേപ്പിൽ വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷാർപ്പ് പോയിന്റ് താഴേക്കായിട്ടാണ് ഈ ഒരു ഇതിൽ ബേസിൽ, അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുന്നത് നേരെ തിരിച്ച്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഈ ഷാർപ്പ് പോയിന്റ് അല്ലെങ്കിൽ ഒരു കൂർത്ത ഭാഗം മുകളിലേക്കായിട്ട് വെക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ലെയറിനെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്, 6 പാർട്ടിക്കിൾസ്. അപ്പോൾ ബേസിൽ 3 പാർട്ടിക്കിൾസ് ഈ ഒരു ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നേരെ തിരിച്ചിട്ട രൂപത്തിൽ മുകളിലും 3 പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഒരു വോയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു 6 പാർട്ടിക്കിൾസിൻ്റെയും സെൻറ്റർ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് താഴെയുള്ള 3 പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. ഇനി മുകളിലുള്ള 3 പാർട്ടിക്കിൾസ് ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒക്ടാഹെഡ്രോൺ കിട്ടും അല്ലേ, ഒരു ഒക്ടാഹെഡ്രോൺ കിട്ടി. അപ്പോൾ അതിനെയാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. ഈ 6 സ്ഫിയേഴ്സിൻ്റെയും സെൻറ്റർ താഴെയുള്ള 3 സ്ഫിയേഴ്സ് ഈ ഒരു ഷേപ്പിലാണ്, ഈ ഒരു ഷേപ്പിൽ. ഇനി അതിൻ്റെ നേരെ മുകളിലുള്ള 3 പാർട്ടിക്കിൾസ് അത് നേരെ തിരിച്ചിട്ട രൂപത്തിൽ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഒക്ടാഹെഡ്രോൺ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 6 പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഒരു വോയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വോയിഡ്സ് 2 ടൈപ്സ് ആണ്, ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞപ്പോൾ വോയിഡ്സ്. അപ്പോൾ ഒരു ക്രിസ്റ്റലിന് n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ 2n ടെട്രാഹെഡ്രൽ വോയിഡ്സ് പ്രസന്റ് ആവും. 2n ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആൻഡ് n ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഒരു ക്രിസ്റ്റലിന് അല്ലെങ്കിൽ ഒരു സോളിഡിന് n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ 2n ടെട്രാഹെഡ്രൽ വോയിഡ്സ്, അതിൻ്റെ ഇരട്ടി ടെട്രാഹെഡ്രൽ വോയിഡ്സ് കാണും. ആ പാർട്ടിക്കിൾസിൻ്റെ അതേ സെയിം എണ്ണത്തിൽ തന്നെ നമുക്ക് ഒക്ടാഹെഡ്രൽ വോയിഡ്സിനെയും കാണാൻ കഴിയും. For n particles there are 2n tetrahedral voids and n octahedral voids are present. Okay, നെക്സ്റ്റ് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് 3-dimensional ക്ലോസ് പാക്കിംഗ്. അപ്പോൾ എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ വേക്കൻറ്റ് സ്പേസ് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു അല്ലേ, ഇതുപോലെ വേക്കൻറ്റ് സ്പേസ് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര സ്പേസിൽ ഫില്ലിംഗ് നടന്നു, ഈ വേക്കൻറ്റ് സ്പേസ് ഒഴികെ എത്ര സ്പേസിൽ ഒരു ക്രിസ്റ്റലിന് ഫില്ലിംഗ് എത്ര സ്പേസിൽ ഫില്ലിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ആ ഒരു ക്രിസ്റ്റലിൽ എത്ര ഫില്ല് ചെയ്തു, വേക്കൻറ്റ് സ്പേസ് നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്രിസ്റ്റലിൽ എത്ര സ്പേസ് ഫില്ലായിട്ടുണ്ട് എന്നതിൻ്റെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസിയിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് FCC, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിലെ എഫിഷ്യൻസിയാണ്. അപ്പോൾ FCCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് അല്ലേ, ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ഇനി FCCയിൽ പാർട്ടിക്കിൾസ് നമുക്ക് ഈ ഒരു കോർണറിൽ ഒരു പാർട്ടിക്കിളിനെ കാണാം, ഈ ഒരു കോർണറിലും പിന്നെ ഫേസിലായിട്ടാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് A ആയിട്ട് എടുക്കാം, ഈ ഒരു സൈഡും A ആയിട്ട് എടുക്കാം. ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്, സൈഡ്സ് ഈക്വൽ ആവും ക്യൂബ് ആവുമ്പോൾ. ഇത് A ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത്
ഈ ഒരു കോണ് പി, ഇവിടെ ക്യൂ, ഇവിടെ ആർ എന്നെടുക്കാം. പിന്നെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഈ മാർക്ക് ചെയ്ത് ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചത് നമുക്ക് ബി ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ട്രയാങ്കിൾ പി ക്യു ആർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ട്രയാങ്കിൾ പി ക്യു ആർ എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ പി ക്യു ആർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ബൈ പൈതഗോറസ് തിയറം എങ്ങനെ എഴുതാം? ഹൈപ്പോട്ടനസ് സ്ക്വയർ ദാറ്റ് ഈസ് ക്യു ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? മറ്റ് രണ്ട് സൈഡ്, ഓപ്പോസിറ്റ് സൈഡിൻ്റെയും അഡ്ജസൻറ്റ് സൈഡിൻ്റെയും സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യുന്നതിന് ഈക്വൽ ആണ് ബൈ പൈതഗോറസ് തിയറം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? പി ആർ സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ ബൈ പൈതഗോറസ് തിയറം. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഈ ക്യു ആർ എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിൾ ക്യു ആർ എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ ബി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ബി. ആ ലെങ്ത് എന്താണ്? ബി. അപ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? പി ആർ എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് ആണ് എന്ത്? എ, ഒരു സൈഡാണ്. ഈ ഒരു സൈഡിനെ നമ്മൾ എ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് പി ക്യു എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? എ ആണ്. അപ്പോൾ എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? ഇതൊരു ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ബി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ. അതിന് നമുക്ക് ബി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? √2a എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു √2a എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് ബിനെ എന്തുകൂടെ എഴുതാം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത് ആണ് എന്തായിട്ട് എടുത്തിട്ടുള്ളത്? ബി ആയിട്ട്. ഈ ഡോട്ടഡ് ലൈനാണ് ബി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ്, ഈ കോർണറിലുള്ള ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഈ ഒരു ലെങ്ത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റേഡിയസ് ആയി, ഒരു റേഡിയസ്. പിന്നെ ഈ ഒരു താഴെയുള്ള ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസും ഈ ഒരു ലെങ്ത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായി? 2r. ഇനി ഫേസിലുള്ള ഈ ഒരു സർക്കിളിൻ്റെ ഫുള്ളായിട്ട് ഡയമീറ്റർ ആണ് ഈ ഒരു ലെങ്ത്തിൽ കിട്ടിയിട്ടുള്ളത്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 2r ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ആറായി? 4 റേഡിയസ് കിട്ടി. 4 റേഡിയസ് ആണ് ഈ ഒരു ബി എന്ന് പറയുന്ന ലെങ്ത്. അപ്പോൾ 4r. ബി ഈസ് ഈക്വൽ ടു 4r എന്ന് കിട്ടി. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് 1 and 2 വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ മറ്റേ സൈഡും ഈക്വൽ ആക്കാം. അപ്പോൾ √2a ഈസ് ഈക്വൽ ടു എന്താണ്? 4r എന്ന് കിട്ടും. √2a ഈസ് ഈക്വൽ ടു 4r. അതിൽ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സൈഡിനെ എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു 4r ബൈ √2 എന്ന് എഴുതാം അല്ലേ? ഇതിനൊന്നും കൂടെ ചെറുതാക്കി എഴുതുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 4നെ നമുക്ക് 2 ഇൻറ്റു √2 ഇൻറ്റു √2 എന്ന് എഴുതാം. ഇത് 4 ആണ്. 2 ഇൻറ്റു √2 ഇൻറ്റു √2 2 ഇൻറ്റു 4. അപ്പോൾ 4 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇൻറ്റു r ഡിവൈഡഡ് ബൈ √2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ √2 ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2√2r എന്ന് പറയുന്നത് എ. ഒരു സൈഡ് എ എന്ന് പറയാൻ നമുക്ക് എന്ത് കിട്ടി? 2√2r എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി, ഒരു വാല്യൂ കിട്ടി എക്ക് 2√2r. ഇനി നമുക്ക് കാണാനുള്ളതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസിയെ നമ്മൾ ഈറ്റാന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇതിനെയാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ വോളിയം ഓഫ് ദ പാർട്ടിക്കിൾ. Volume of the particle divided by total volume of the unit cell. Into 100. Okay. ഇതാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. വോളിയം ഓഫ് ദ പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ
ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ഇൻറ്റു 100. ഈ വോളിയം ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മളിതാ ഈ ഒരു കോർണറിലും ഫേസിലൊക്കെ ആയിട്ട് കാണുന്ന പാർട്ടിക്കിളിനെയാണ് എടുക്കുന്നത്. പിന്നെ ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ടോട്ടൽ വോളിയം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇവിടെ സ്ഫിയേഴ്സ് ആണ് അല്ലേ, ഈ ഓരോ പാർട്ടിക്കിളും സ്ഫിയേഴ്സ് ആണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം 4/3 πr³ ആണ്. 4/3 πr³. ഇനി ഇത് FCC ആണല്ലേ. FCCയിൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രയായിരുന്നു? 4 ഇങ്ങനെ 1/8 × 8+ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ FCCയിലെ ടോട്ടൽ നമ്പർ ഒരു പാർട്ടിക്കിളിൻ്റെയാണ് എന്ത്? 4/3 πr³. നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു FCCയിലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 4 ആണെന്ന്. അപ്പോൾ എന്ത് വരും? 4 × 4/3 πr³ എന്ന് വരും. 4/3 πr³ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ വോളിയമാണ്. അപ്പോൾ 4 സ്ഫിയേഴ്സ് ആണ് FCCയിൽ വരിക. അപ്പോൾ 4 × 4/3 πr³ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ആണ്. ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഇവിടെ സ്ഫിയർ ആണ് അല്ലെ, സോറി ക്യൂബാണ് അല്ലെ. ഈ ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ ഇങ്ങനെ ഓരോ ക്യൂബാണ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം A³ ആണല്ലേ. സൈഡ്സ് എല്ലാം ഈക്വൽ ആവും, അതുകൊണ്ട് സൈഡ്സിൻ്റെ ക്യൂബാണ് എന്ത്? വോളിയം എന്ന് പറയുന്നത് ക്യൂബിൻ്റെ കേസിൽ. ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ നമുക്ക് A എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2√2 R എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യൂബ് 2√2 R³. ഓക്കെ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 4 πr³ ഡിവൈഡഡ് ബൈ ഈ 3 ഡിനോമിനേറ്ററിലേക്ക് എടുക്കും. അപ്പോൾ 3 × പിന്നെ 2√2 R-ൻ്റെ ക്യൂബ്. ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 4 × 4 നമുക്ക് 16 πr³ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 3 × ഇനി 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 × 2√2 √2ൻ്റെത് 8 എഴുതി. ഇനി √2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 2√2 ആണ് അല്ലെ. പിന്നെ R³. ഓക്കെ. √2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് √2 × √2 × √2. അപ്പോൾ 2 √2 എന്നാൽ 2 × √2 ആണ് √2ൻ്റെ ക്യൂബ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് പോവാം. നമുക്ക് 8നെയും 16നെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും. പിന്നെ ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ബാക്കി ഈ R³ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ന്യൂമറേറ്ററിൽ പൈ ഉണ്ട്, π/ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്, പിന്നെ √2 ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 3√2. ഇവിടെ 100 ഉണ്ട് കേട്ടോ, സോറി 100 എന്ന് വരും. π/3 √2 × 100. ഓക്കെ. അപ്പോൾ ഇതിൽ പൈൻ്റെ ഒക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പൈൻ്റെ വാല്യൂ 3.14 ആണ്. അപ്പോൾ ഇതിന് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് η = 74% ആണെന്ന് കിട്ടും. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഒരു പാർട്ടിക്കിളിൽ ഒരു ക്രിസ്റ്റല് ഫില്ലായിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഫില്ല് ചെയ്തിട്ടുള്ള സ്പേസ് ആണ് എഫിഷ്യൻസി പറയുന്നത് 74 ആണ്. അപ്പോൾ വാക്കൻസി എന്ന് പറയുന്നത് എത്രയാവും? 100 - 74 = 26% എന്താണ്? വേക്കൻ്റ് ആണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 74% ആണ് FCCയുടെ കേസിൽ. ഓക്കെ.